സുഹൃത്തുക്കളെ, ഇന്നേ നമ്മൾ നെഹർ ട്രോഫിയിൽ നമ്മുടെ ഓരോ കൂട്ടുകാരന്മാരുടെ അഭിപ്രായം ചോദിക്കാം. ആരാണ് ജയിക്കുക, എത്ര ലീഡിനാണ് ജയിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് ചോദിക്കാം. അപ്പോൾ എല്ലാവരും ക്യാമ്പിലേക്ക് എല്ലാവരും കിടക്കുക. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ അടുത്ത് പോയി ചോദിക്കാം. അവർ പറഞ്ഞതിൽ സത്യം ഉണ്ടെങ്കിൽ നമുക്കത് അറിയാമല്ലോ. അവരുടെ മനസ്സ് എത്ര കോൺഫിഡൻസിലായിരിക്കും നമുക്കിന്ന് അറിയാം. നമുക്ക് ഇത്ര നാൾ അന്നെ പറ്റി വന്നിരുന്ന നമ്മുടെ രാജേഷനും നമ്മളെ ഇവരുണ്ട്, അവരോട് നമുക്ക് ചോദിക്കണ്ട. രാജേഷണ്ണാ, നമ്മുടെ രാജേഷണ്ണ ഇന്ന് നമ്മൾ നെഹർ ട്രോഫിക്ക് പോകണം. ആരെ കപ്പടിക്കും? നമ്മളടിക്കും. എത്രയ്ക്ക് അടിക്കും? പിന്നെ വെടിത്തടിക്ക് അടിക്കും. ഉറപ്പാ? ഉറപ്പ്. ഇനി മറ്റണ്ണനോട് ചോദിക്കട്ടെ. അണ്ണാ നിർത്തി, ഞാനൊരു ചോദ്യം കൊണ്ടുവരുന്നു. നമ്മളിന്ന് നെഹർ ട്രോഫി ഇറങ്ങുന്നു. നമ്മ ആര് ജയിക്കുക നെഹർ ട്രോഫിയിൽ? നമ്മൾ ജയിക്കും. എത്രയ്ക്ക് അടിക്കും? നമ്മളൊരു അറിവുള്ള ഉറപ്പാ? ഉറപ്പാ. നമുക്ക് ഇത്ര നാൾ ഭക്ഷണം വെച്ചിരുന്ന കൈപ്പുണ്യാത്തായി കഴിക്കും കേട്ടാ. ഇവരെ വാക്ക്. നാളെ നടക്കുന്ന നെഹർ ട്രോഫിയിൽ നമ്മ ജയിക്കില്ല. എത്ര ജയിക്കും? 10 തോഴിക്ക് ജയിക്കും. എടാ ഹേമന്തേ, അമലേ, ഇങ്ങോട്ട് നോക്ക്. നാളെ ഇത്ര നാളത്തെ അധ്വാനാണ് നമ്മുടെ. നാളെ നടക്കുന്ന 70ാമത്തെ നെഹർ ട്രോഫി നമ്മൾ കപ്പടിക്കും. ഉറപ്പാ? എത്രയ്ക്ക് അടിക്കും? നമ്മൾ അധ്വാനിച്ചിട്ട് വരവിടെ കാണിക്കും. എത്രയ്ക്ക് അടിക്കണം? അടിപ്പിക്കും. ഉറപ്പാണ്. അതിനുള്ള സൈമ നമ്മൾ ഇത്ര നാളത്തെ അധ്വാനം കള്ളാതിരിക്കുക വന്നിട്ട് നാളത്തെ 70ാമത്തെ നെഹർ ട്രോഫി കപ്പടിക്കും. നമ്മളടിക്കും. എത്രയ്ക്ക് അടിക്കും? അരവള്ളപ്പാട് അടിക്കും. ഉറപ്പാണോ? ഉറപ്പ്. അവൻസേ, നാളെ നമ്മുടെ 70ാമത്തെ നെഹർ ട്രോഫിന് നമ്മൾ PBC വള്ളാതിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് 5ാമത്തെ ട്രോഫിക്ക് വേണ്ടിയിട്ട് പോകുന്നു. നാളെ നമ്മൾ എത്ര ലീഡിന് കപ്പടിക്കും? നാളെ നമ്മൾ മുക്കണ്ണയ്ക്ക് ജയിക്കും. ഉറപ്പാണോ? ഉറപ്പായിട്ടും 100% ഉറപ്പ്. അടി വാക്കാണോ? മുക്കണ്ണയ്ക്ക് ജയിച്ചിരിക്കും. ഓക്കെ. നമ്മുടെ കൂമ്പ് മണിയെ എത്രയ്ക്ക് അടിക്കണം? മുക്കാവെള്ളപ്പാട് നമ്മുടെ കൂമ്പ് മണി പറഞ്ഞുള്ള കേട്ടാ. ഇന്ന് നെഹർ ട്രോഫി അടക്കണം. നമ്മളെ ആരാണ് വിജയിക്കുക? എത്രയ്ക്ക് അടിക്കും? അരവള്ളപ്പാട് ജയിക്കും. നീ പറ. ഒരു 7 തോഴ. രാവിലെ പറയും. അടിക്കും. ഉറപ്പാ? എല്ലാവരും വിശ്വാസമല്ലേ? ട്രോഫിക്കായിട്ട് നമ്മളെ ചെക്കൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ അടിച്ചു വന്നിരിക്കുക. എടാ സജ്ജോ, ഇന്ന് നടക്കുന്ന നെഹർ ട്രോഫിക്ക് ആര് കപ്പടിക്കും? നമ്മളെ കപ്പടിക്കും. എത്രയ്ക്ക് അടിക്കും? പെട്ടിപ്പുറം അടിക്കും. പിന്നെ ഉറപ്പാ? പിന്നെ ഉറപ്പ്. മത്തായി പ്രവീണണ്ണൻ അല്ല സാർ, ഇന്ന് 70ാമത്തെ നെഹർ ട്രോഫിന് ആരടിക്കും? എത്രയ്ക്ക് അടിക്കും? ഉറപ്പാണോ? വള്ളപ്പാട് ഞങ്ങൾ 6 മണിയാകുമ്പോ കപ്പ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കും. ശരിയാണോ? 5 ഇന്ന് നമ്മുടെ 70ാമത്തെ നെഹർ ട്രോഫിന് ആര് ജയിക്കും? നമ്മൾ ജയിക്കും. എത്രയ്ക്ക് അടിക്കും? നമ്മുടെ ഒരു പെട്ടിപ്പാത്തിന് 6. കഴിഞ്ഞ ലീഡിന് 8% ലീഡിന് അടിക്കും. ഉറപ്പല്ലേ? റോജി ഇന്ന് ആരടിക്കറ? നമ്മളടിക്കും. എത്രയ്ക്ക് അടിക്കറ? നമ്മളൊരു പെട്ടിക്ക് അടിക്കും. ഉറപ്പാ? സുബി ഇന്ന് 70ാമത്തെ നെഹർ ട്രോഫി ആരടിക്കും? നോക്ക്. നമ്മളടിക്കും. എത്രയ്ക്ക് അടിക്കും? നമ്മളൊരു പെട്ടിപ്പുറത്തിന്റെ മേളിലൂടെ ജയിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പോൾ നമ്മൾ എല്ലാവരോടും ചോദിച്ചു. അപ്പോൾ എല്ലാവരും കോൺഫിഡൻ്റ് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഇന്ന് വൈകുന്നേരം 6 മണിയാകുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് റിസൾട്ട് എന്ന്. അപ്പോൾ അതുവരെ ചെറിയൊരു ബ്രേക്ക്. ഞങ്ങളുടെ എല്ലാമായ മനോജാശാനും ഞങ്ങളുടെ താളക്കാരെ മനോജനെ ഇന്ന് ആരടിക്കും? തീർച്ചയായിട്ടും ആരടിക്കും? വള്ളംകളി ഫൈനലിൽ അവിടെ നടന്ന 100% വള്ളാത്തിരുത്ത് മുഖ്യമന്ത്രി കപ്പ് കൊടുക്കും. എത്രയ്ക്ക് അടിക്കാശാൻ? നമ്മൾ വെടിനടിയുടെ മേളിൽ അടിക്കും. വ്യക്തമായ ലീഡ്. ആശാന്റെ വാക്കുണ്ട്. അപ്പം എന്തായാലും ദൈവം നിറവേറട്ടെ. അങ്ങനെ ഞങ്ങൾ വാക്ക് വലിച്ചുവിടാ. ട്രോഫി അങ്ങനെ സാറിന്റെ കയ്യിൽ ട്രോഫി
ഞങ്ങൾ വാക്ക് വലിച്ചു എല്ലാം അറിയുക ദൈവം കൂടെ ഉണ്ട്. ആഘോഷം ആഘോഷം അങ്ങനെ ഇത്ര ദിവസം പറഞ്ഞിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇഞ്ചോടിഞ്ച് വരുത്തിയിട്ടായാലും നമ്മൾ ജയിച്ചു വളരെ കപ്പടിച്ചു. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് മുന്നിൽ ബൈ.